എല്ലാവർക്കും നമസ്കാരം. ഇത് നമുക്ക് ദഹന പ്രശ്നത്തിനെ കുറിച്ച് നോക്കാം. ചിലർക്ക് വയറ്റിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ട്രബിൾ ആയിരിക്കും, ചിലർക്ക് നെഞ്ചിന് പുകച്ചിലായിരിക്കും, ഉരുളക്കിഴങ്ങ് പോലുള്ള വസ്തുക്കൾ കാണുന്നതേ ചിലർക്ക് പേടി, അത് എനിക്ക് വയറ്റിൽ ഗ്യാസ് ട്രബിൾ ആണെന്നുള്ളത്. അതുപോലെ പരിപ്പ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കും, നെഞ്ഞെരിച്ചിൽ വരും, അങ്ങനെ പറഞ്ഞിട്ട് പല ആളും പല ഭക്ഷണങ്ങളും കഴിക്കാതിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരുപാട് ഡോക്ടറെ കാണിക്കും, അതിന് മെഡിസിൻസ് എടുക്കും, എന്നാലും ആ ഒരു പ്രശ്നം പല ആൾക്കും വിട്ടുമാറുന്നില്ല. പൂർണ്ണമായിട്ട് വിട്ടുമാറാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ കണ്ടു നോക്കും. നമ്മുടെ കുടലും തലച്ചോറുമായിട്ട് നല്ല അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. തലയോട്ടിയിൽ നിന്ന് വരുന്ന കുടലിലേക്ക് വരുന്ന ഒരു നാഡിയാണ് വാഗ്നസ് നാഡി എന്ന് പറയുന്നത്. 10ാമത്തെ നാഡിയാണിത്. ഇതാണ് ഏറ്റവും വലിയ നാഡി എന്ന് പറയുന്നത്. നമ്മൾ ഒരു ആൻസൈറ്റിയോ ഡിപ്രഷൻ പോലത്തെ അവസ്ഥ നമ്മുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ ചെറുപ്പം മുതൽ ഈ നിമിഷം വരെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടലിലാണ് ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. സെറാട്ടോണിനാണ് ഹാപ്പി ഹോർമോൺസിന്റെ പേര്. ഇത് നമ്മുടെ വയറിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് തലച്ചോറുമായിട്ട് സംവേദമുണ്ടാകുന്നത്. നമ്മളെ വയറിന്റെ പ്രത്യേകത, നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ ഒക്കെ ഉള്ളൊരു അവയവമാണ്. അവരുടെ ഒരു വാസസ്ഥലം കൂടിയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും വയറിൽ നല്ല ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ ഒക്കെ ഉണ്ട്. പക്ഷെ ഇത്തരം സ്ട്രെസ്സിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് നിർമ്മിക്കുകയും, അതായത് സെറട്ടോണിന്റെ അളവ് കുറയുകയും വയറിൽ അതിനനുബന്ധിച്ച് സ്ട്രെസ് ഹോർമോൺസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ എന്ത് ബാക്ടീരിയ ഉണ്ടാവുക? കൂടുതലായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയകളായിരിക്കും, അവയാണ് വളരുക കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചോട്ടെ, നമ്മൾ ന്യൂട്രീഷൻ നോക്കി നല്ല ഫുഡ് നമ്മൾ കഴിക്കുന്നതെന്ന് വിചാരിക്കാം, എന്നാൽ പോലും നമുക്ക് അതിൽ നിന്നുള്ള മുഴുവൻ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ ചിന്തകൾ എപ്പോഴും ഒന്നുകിൽ പാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും ഓടി നടക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ മൊമെന്റിൽ നമുക്ക് ജീവിക്കാനുള്ള തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ദഹന പ്രക്രിയ ആയിക്കോട്ടെ, മാനസികാരോഗ്യമായിക്കോട്ടെ, ഒരു സന്തോഷത്തിന്റെ ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. നമുക്ക് സന്തോഷത്തിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും സ്ട്രെസ് ഹോർമോണാണ് വയറിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അത് ആന്തരിക അവയവങ്ങളിലൊക്കെ ബാധിക്കുന്നുണ്ട്. നമ്മളെ വയറ്റിലുള്ള എല്ലാ അവയവത്തിനും പൊതിഞ്ഞിരിക്കുന്ന മെംബ്രെയിനുകളുണ്ട്. സ്ഥിരമായിട്ട് സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ മെംബ്രെയിനിന്റെ കട്ടി കുറയുകയും ഈ ആവരണം ഇല്ലാണ്ടിരിക്കുമ്പോൾ പല സ്ഥലത്തും വിള്ളലുകൾ വന്ന് നമ്മുടെ ദഹിക്കാത്ത ഭക്ഷണങ്ങൾ എന്ത് ചെയ്യും, രക്തത്തിലേക്ക് കലരുകയും അതാണ് നമുക്ക് പൊണ്ണത്തടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പോലും ഭയങ്കര തടിയാണെന്ന് പറയും. അതിങ്ങനെ നമ്മളുടെ ചിന്തകളെ കൊണ്ട്, ആ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള സ്ട്രെസ് ഹോർമോൺ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വേണ്ടത് നമ്മുടെ ചിന്തകൾക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ, നമുക്ക് ആ സ്ട്രെസ്സിനെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റണം. അതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറ്റില്ല. കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ വളർന്ന ജീവിത സാഹചര്യവും മറ്റും നമ്മളെ ആ ഒരു ചിന്തകളിലൂടെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേങ്കിൽ ചില കാര്യങ്ങൾ നമ്മളിപ്പം എങ്ങനെയാണോ ബോഡിക്ക് ശുദ്ധീകരിക്കാൻ നമ്മൾ കുളിക്കുന്നത്, അതുപോലെ മാനസികമായിട്ട് നമുക്ക് സന്തോഷം വരാൻ വേണ്ടിയിട്ട്, ഈ സ്ട്രെസ്സിനെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഹീലിംഗ് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. അത് ചെയ്യുമ്പോഴെന്തെങ്കിലും നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് കുറക്കേണ്ടത്, ഇനിയിപ്പോൾ നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്നൊക്കെ പഠിക്കും. ഇത് ഗട്ടിലേക്ക് വരാതിരിക്കുമ്പോൾ തന്നെ അവിടെ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും, ഹാപ്പി ഹോർമോൺസ്. അന്നേരം തന്നെ നമുക്ക് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല ബാക്ടീരിയ വളരുകയും ആ ഭക്ഷണം ദഹിച്ച് നമുക്ക് നല്ല ആരോഗ്യകരമായ അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ഗട്ടിന്റെ ഇതിന് എപ്പോഴും പറയും, നമ്മൾ താരന്റെ പ്രശ്നത്തിന് പറയുമ്പോൾ പറയും വയറ് നന്നായ താരൻ പോകുമെന്ന്. ശരിക്കും ആ വയറും തലച്ചോറും തമ്മിലുള്ള, തലയുടെ സ്കാൽപ്പൊക്കെ തമ്മിലുള്ള ബന്ധമാണ് പലപ്പോഴും പറയുന്നത്. പിന്നെ വയറിന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയും തൈര് പോലുള്ള അവ കഴിക്കുന്നത്. തൈര്, മോരൊക്കെ നമുക്ക് നല്ല ബാക്ടീരിയ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ ഈ സ്ട്രെസ്സിലാണ് ഉള്ളതെങ്കിൽ ഇത്തരം ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ സ്ട്രെസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ആ ഒരു ആരോഗ്യ
ആഹാരത്തിൽ നിന്നുള്ള നല്ല അംശങ്ങൾ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തിട്ടും ആർക്കും ഒരു റിസൾട്ട് ഇല്ലാത്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം കുറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത്ര നാൾ കൂടിക്കിടക്കുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ആശ്വാസം കിട്ടുകയും അത് നിങ്ങൾക്ക് ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യും. അവിടെ ഒരു ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി മാറ്റം ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ആസ്വദിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതെന്ത് ഭക്ഷണം ആയിക്കോട്ടെ അത് നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ട്രെസ് കൊണ്ട് നമ്മൾ എന്തൊക്കെയോ കഴിക്കുന്നു, അതുകൊണ്ടാണ് പലതും നമുക്ക് തടസ്സം പോലെ തോന്നുന്നത്. പിന്നെ നമ്മൾ എത്ര ഇനിയിപ്പോൾ ഈ അസുഖം ഉണ്ടായെന്ന് വെച്ചോ, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള നെഞ്ചരിച്ചിൽ പോലുള്ള ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചും ചിന്തിച്ച് ആകുലത കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി എക്യുപഞ്ചറിൽ നിങ്ങൾ വരികയാണെങ്കിൽ എക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വയറിൻ്റെ അസ്വസ്ഥത കുറക്കാൻ വേണ്ടി പറ്റും. ഈ സമയത്ത് നമ്മൾ പറയും നിങ്ങൾക്ക് ആസിഡിറ്റി കൂടുതലായിട്ടാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വയറ്റിൽ പ്രോബ്ലം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും കുക്കുംബർ പോലെയുള്ളവ ഒരു ദിവസം മുഴുവൻ കഴിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ വിശപ്പുള്ളത് അങ്ങനെ ഒരു ഫാസ്റ്റിങ്, കുക്കുംബർ ഫാസ്റ്റിങ് കൊടുക്കുക. ആ വിശക്കുമ്പോൾ മാത്രം അങ്ങനെ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു 1, 2, 3 ദിവസം നിൽക്കാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കുറയുന്നത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഹെൽത്ത് പൂർണ്ണമായി തിരിച്ചു കിട്ടുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്നാൽ മാത്രം ആഹരിക്കുന്ന ഒരു രൂപത്തിലേക്ക് പോവുക. നന്നായിട്ട് വിശപ്പ് വന്നിട്ട് ഇഷ്ടമുള്ള ആഹാരം അതും ആസ്വദിച്ച് കഴിക്കുക. ചവച്ചരച്ച് വളരെ അതിനെ മാത്രം നോക്കിക്കൊണ്ട് ആ ഒരു ഭക്ഷണം കഴിക്കുകയും അത് എനർജി പ്രദാനം ചെയ്യുന്നതെന്ന് വിചാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര നാളുള്ള ആ പ്രോബ്ലംസ് എല്ലാം മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ കൂടെ ഒരിക്കലും വെള്ളം കുടിക്കരുത്. നിങ്ങൾക്ക് ഭക്ഷണത്തിന് ശേഷം ദാഹിക്കുന്ന സമയത്ത് മാത്രമായിരിക്കണം വെള്ളം കുടിക്കേണ്ടത്. അതും വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ബോഡിയിൽ അതിൻ്റെതായിട്ടുള്ള ഊർജം കൂടി ആ പച്ചവെള്ളത്തിലോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഉറക്കം രാത്രി 9 മണിക്ക് കിടക്കാൻ നോക്കുക. അതുപോലെ തന്നെ വിശ്രമം, എന്തെങ്കിലും അസ്വസ്ഥത കൂടുതലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിശ്രമിച്ചുകൊണ്ട് ശരീരത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രയാസം മാറ്റാൻ വേണ്ടി പറ്റും. നമ്മൾ ബോഡി എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുളിച്ച് നല്ല ശുദ്ധിയായിട്ട്, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലുള്ള ചിന്തകൾ നമ്മൾ ഒരിക്കലും റിലീസ് ചെയ്യുന്നില്ല. അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് പിന്നീട് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. നമ്മളെപ്പോൾ മനസ്സിൻ്റെ ആ കൂടി നിൽക്കുന്ന സ്ട്രെസ് ഹോർമോൺസ്, അതായത് ചിന്തകൾ, ഒരുപാട് നെഗറ്റീവ് ചിന്തകളും തോട്ടുകളും നമുക്കുള്ള ദുരനുഭവങ്ങളും ഒക്കെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോഴാണ് നമുക്ക് ശരിയായ ആരോഗ്യത്തിലേക്ക് നല്ല സമാധാനവും ശാന്തിയും ഉള്ളത് മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ബോഡിക്കും മനസ്സിന് ഏറ്റവും നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൂടിയാണ്. അപ്പം ഇത്തരം പ്രോബ്ലം ഉള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കൂ. കുറേ മെഡിസിൻ കഴിച്ച് മാറുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതചര്യയിലേക്ക്, അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതാണ് ബേക്കറി സാധനങ്ങൾ, എണ്ണയിൽ ഇതുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ ഈ സമയത്തൊന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു 1-2 ആഴ്ച നന്നായിട്ട് വിശ്രമിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന് ഒത്തിരി മാറ്റങ്ങൾ, നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും മാറ്റം വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.